ഇല്ല ഇതാകുമ്പോൾ ഇങ്ങനെ കുടിക്കണം കേട്ടോ. ഇലയിട്ടേ ഇങ്ങനെ കുടിച്ചാൽ മതി, കയ്യേനായക്കാലത്ത്. ഇപ്പോൾ ഉള്ളവർക്കൊന്നും ഇതറിയത്തില്ല, ഇങ്ങനെ നിർത്തിച്ചെത്തുന്നതും. പറഞ്ഞില്ല, ഇഷ്ടം പോലെ കൈകാര്യം ചെയ്തൊന്നും നമുക്ക് പ്രശ്നമല്ല. സാധിക്കാൻ നേരത്തെ നല്ലതൊക്കെ ആയിരിക്കും. വെള്ളം കുറച്ച് കേട്ടോ. ഇന്ന് കുറച്ച് ചക്ക എടുത്തിട്ടുണ്ട് വേവിക്കാൻ. ചില നാട്ടിലൊക്കെ ചക്ക ആവിക്കുക, ചക്കപ്പുഴുക്ക് എന്നൊക്കെയാണ് പറയാറ്. ഞങ്ങളുടെ നാട്ടിൽ ചക്ക വേവിക്കുക എന്ന് പറയും. അപ്പോൾ നമുക്കിത് വേവിക്കാം. കുറച്ച് ചക്കയേ ഉള്ളൂ, അതിനാവശ്യമായി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മഴയൊക്കെ പെയ്തു, ചക്കയൊക്കെ നല്ല വെള്ളം പിടിച്ചിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് കുറച്ച് വെള്ളം മതി, അല്ലെങ്കിൽ ചക്കക്കൂട്ടാനായി പോവും. മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു കൊടുക്കാം. ഇവിടെ ഇരുന്ന് വേകട്ടെ. ഇനി ഇതിനുള്ള അരപ്പ് റെഡിയാക്കാം. ചക്കയ്ക്ക് ആവശ്യമായ അരപ്പ് റെഡിയാക്കാമേ. തേങ്ങ ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം, പച്ചമുളക്, ചെറുതാണെങ്കിലും നല്ല എരിവുള്ള പച്ചമുളക്, കാന്താരിയോ ഉണ്ടമുളകോ ഒക്കെയാണെങ്കിൽ സൂപ്പറാണ്. ഇതൊന്നും ഇല്ല. ഞാൻ കുറേ അന്വേഷിച്ചു കടകളിൽ കാന്താരി കിട്ടുമോ. ഇവിടെ എങ്ങും ഇല്ല, ഇപ്പം സീസൺ അല്ലാത്തതുകൊണ്ടില്ല. പിന്നെ കിട്ടിയത് എരിവുള്ള പച്ചമുളക്, അത് വാങ്ങി. അടുത്തതായിട്ട് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഞാൻ ഇച്ചിരി കൂടുതൽ ചക്കയ്ക്ക് അരയ്ക്കാറുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കാൻ മറന്നുപോയി സത്യത്തിൽ. ഇതൊന്ന് ചതച്ചെടുത്തതിന് ശേഷമാണ് മഞ്ഞൾപ്പൊടിയുടെ കാര്യം ഓർമ്മ വന്നത്. ഇനി ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഒന്ന് ചതച്ചെടുക്കാം. ദേ എല്ലാം കൂടെ ചതച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും ചക്ക വെന്തോ നോക്കാം. ചക്ക എന്ത് പരിവായെന്ന് നോക്കാം. ചക്ക വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇതേ അരപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ അരപ്പ് വേകാനായിട്ട് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഇപ്പം നമുക്ക് ചക്കയൊക്കെ റെഡിയായോ നോക്കാം. അരപ്പൊക്കെ വെന്ത് പച്ചമണമൊക്കെ മാറും. അടപ്പ് തുറക്കുമ്പം ആ പച്ചമണം മാറിയ മണം വരും. അപ്പം നമുക്ക് നോക്കാം. നല്ല ആവിയൊക്കെ പറക്കുന്നു. അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി തേങ്ങയൊക്കെ വെന്തു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി തീ ഓഫ് ചെയ്ത് ഇതെല്ലാം കൂടെ ഇളക്കാം. ഞാൻ ചക്ക ഇളക്കുന്ന തുടുപ്പാണ് ഇത്. ഇപ്പം ഞാൻ ചീകിയെടുത്തതാണ്. മുറ്റത്തുനിന്നൊരു ഓല വെട്ടി അതിന് ചീകിയെടുത്തുണ്ടാക്കിയതാണ്. ഇപ്പം ചക്ക ഇളക്കാം. വലിയ പാത്രത്തിലൊക്കെ ആണെങ്കിൽ നിലത്തിരുന്ന് രണ്ട് സൈഡിലും തുണിയൊക്കെ വെച്ച് ചവിട്ടി പിടിച്ച് തുടുപ്പ് വെച്ച് ചക്ക ഇളക്കും. അമ്മയൊക്കെ ഇളക്കി ഇങ്ങനെ തരും. എന്നിട്ട് അവസാനം ഇളക്കി കഴിയുമ്പോൾ തുടുപ്പയിലോട്ട് ഇങ്ങനെ ചക്ക എടുത്തിട്ട് ഇങ്ങോട്ട് തരും, തുടുപ്പേന്ന് കഴിക്കാൻ. അതൊക്കെ എന്തോ ടേസ്റ്റാണ്. അമ്മയുടെ അടുത്ത് ചെന്നാൽ അതൊക്കെ കഴിക്കാം. ചക്ക ഇളക്കിയിട്ട് ആ തുടുപ്പോട് ഇങ്ങോട്ട് കൊണ്ടുതരും ചൂടോടെ. ആ തുടുപ്പേന്ന് തന്നെ നമ്മളിങ്ങോട്ട് എടുത്ത് കഴിക്കും. അങ്ങനെ ചക്കപ്പുഴുക്ക് റെഡിയായി. ചക്ക വേവിച്ച്